നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മറ്റെല്ലാ ഇൻഡെക്സുകളും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വെള്ളിയാഴ്ചയും താഴത്തേക്കാണ് വന്നത്. പക്ഷേ താഴേക്ക് വരുന്നതിന് മുൻപ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. 25,220 എന്നുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും ആക്ട് ചെയ്തുകൊണ്ട് നിഫ്റ്റി വെള്ളിയാഴ്ച ട്രേഡ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് വൈകുന്നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്. അതിന് 1 hour ടൈം ഫ്രെയിമിലേക്ക് മാറ്റണം, എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 25,220. ഓക്കെ, അത് ആദ്യം മാർക്ക് ചെയ്യട്ടെ. 25,220 എന്നുള്ള ഈ ഒരു റേഞ്ച് വ്യാഴാഴ്ച ക്ലോസ് ചെയ്തത് 25,250 58. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഏതായിരുന്നാലും ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ 25,151 സ്ലൈറ്റ്ലി ഒരു 70 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണിന് ശേഷം നേരെ മുകളിലേക്ക് പോയി. 3 hour എല്ലാവരെയും മുകളിലേക്ക് ബൈ സൈഡിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല അനുഗ്രഹമായിരുന്നു. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എല്ലാവർക്കും. വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും കരുതുന്ന പോലെ രാവിലത്തെ ആ ഒരു 1/4 മണിക്കൂർ, ഒരു 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ട്രേഡ് കണ്ടപ്പോൾ വിചാരിച്ചു സൈഡ് വേ ആയിരിക്കും, ഇന്ന് എല്ലാവരുടെയും ക്യാപിറ്റൽ ഫ്രീ ആക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ ഒരു 15 മിനിറ്റിന് ശേഷം സൂപ്പറായിട്ടാണ് മാർക്കറ്റ് നീങ്ങിയത്. നമുക്കൊക്കെ, നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം 25,222 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് എടുത്തു പോകാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നോക്കൂ, ഇവിടെ ഇതാണ് 4 ഒക്ടോബർ 9:15 ഓപ്പൺ ചെയ്തത്. നേരെ മൂന്നാമത്തെ, അതായത് 9:45 ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റീടെസ്റ്റ് നടത്തി അല്പം കൂടെ താഴേക്ക് വന്നു. അതിനുശേഷം ആ റെസിസ്റ്റൻസിനെ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയി. കണ്ടോ? അപ്പോൾ നമുക്ക് എന്തായി? ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. 250 പോയിൻറ്റിൻ്റെ റാലി നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോവുകയാണെങ്കിൽ, അതായത് മുകളിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ വാച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്, 25,600 വരെ. ഓക്കെ, അതുവരെ പോയിട്ടില്ലെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസൊക്കെ മൈനസ് ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ പോയി 25,480 വരെ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ നേരെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻട്രി ലഭിച്ചു. ഒരു റീടെസ്റ്റൊക്കെ നടത്തിയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ റെഡ് സിഗ്നൽ കണ്ട ഉടനെ എൻട്രി ലഭിച്ചു. തിരിച്ച് നമുക്ക് 200 പോയിൻറ്റിൻ്റെ താഴത്തേക്കും ഒരു റാലി നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിംഗ് ചെയ്യുമ്പോഴും, നമ്മൾ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെ മുകളിലേക്കും താഴേക്കും സുന്ദരമായി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഏതായിരുന്നാലും നിഫ്റ്റിയിൽ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇനി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞു, പുതിയ മാസം തുടങ്ങി. ഓക്കെ, വീക്ക്ലി എക്സ്പയറിയൊക്കെ കഴിഞ്ഞു. നോക്കൂ, മന്ത്ലി ഒരു ബാരിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരുപാട് മാസങ്ങളിലെ അല്ലെങ്കിൽ ഒരുപാട് ആഴ്ചകളിലെ നിരന്തരമായ റാലിക്ക് ശേഷം മാർക്കറ്റ് ചെറുതായി താഴേക്ക് വരാൻ തുടങ്ങി എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. നോക്കൂ, ഇനി തിരിച്ച് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈന് വരെ വരാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇതുവരെ വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോവുക. യുദ്ധസമാനമായ ഭീതി എന്നൊക്കെ പറയുന്ന ഒരു കാരണമാണ്. മാർക്കറ്റ് ഒരുപാട് മേലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും താഴേക്ക് വരും. ഇനിയും
ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് നെക്സ്റ്റായിട്ടൊരു ട്രെൻഡ് ലൈന് 24,000. അതിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട്. ഈ സപ്പോർട്ടിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ലേശം പണി കിട്ടും. 22,000, 21,700, 21,800 എന്നുള്ള റേഞ്ച് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇത് കാരണം എത്ര മാസത്തെ സപ്പോർട്ടാണ് ഇതറിയോ? 1, 2, 3, 4, 5 മാസങ്ങളിലെ സപ്പോർട്ടാണിത്. ഇതിനെ എന്തായാലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ യുദ്ധങ്ങളുടെ യുദ്ധം, 3ാം ലോക മഹായുദ്ധം വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നെക്സ്റ്റ് 24,000 എന്തായാലും പ്രതീക്ഷിക്കാം. മന്ത്ലി ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. അതേസമയം ഇവിടെ ഇതിൻ്റെ പാരൽ ചാനലിൻ്റെ ഒരു ബോട്ടം ലൈൻ വരുന്നുണ്ടെങ്കിലും ഇതുവരെയൊന്നും വരാനുള്ള സാധ്യത ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് വരയ്ക്കാതിരുന്നത്. ഇനി നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒന്ന് നോക്കാമല്ലോ. വീക്കിലി അനാലിസിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നോക്കൂ, ഈ ഒരു ലൈൻ തന്നെയാണ്. കറക്റ്റ് അല്ലേ? ഇനി വേണമെങ്കിൽ ലേശം കൂടെ ഇറക്കാം എന്ന് മാത്രം, ഇത്ര ഇറക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാലും ഈ ഒരു ലൈൻ തന്നെയാണ്. ഇപ്പോൾ ഈ മാസം എന്ന് ഈ 4 ആഴ്ച എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഈ ഒരു റേഞ്ച് 24,000 ആ ഒരു റേഞ്ച് തന്നെ. 23,900, 24,000 റേഞ്ച്. എന്തായാലും ഇതുവരെയൊന്നും പെട്ടെന്ന് വരാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പോൾ വീക്കിലിയിലും നമുക്ക് താഴത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് ഒരു സ്ട്രോങ് ബാരിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കും. നോക്കൂ, 3 ആഴ്ചയിലെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു 2.5 ആഴ്ചയിലെ റാലിയെ ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് കവർ ചെയ്ത് താഴേക്ക് വന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. താഴത്തേക്ക് വരുമ്പോൾ ശരപറേന്ന് വരും, മുകളിലേക്ക് ഈ പറഞ്ഞ രൂപത്തിലും പതുക്കെ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നോക്കൂ, കൃത്യമായിട്ട് ഇവിടെയാണ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇത് വെള്ളിയാഴ്ച തന്നെ ഇവിടെ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് തൊട്ട് മുൻപ് വരെ വന്നിട്ട് 24,800 ഇതാണ് നമ്മൾ വെള്ളിയാഴ്ച ഇതുവരെ വരുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനു മുമ്പ് ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് 24,950 ആയിരുന്നു. 24,970 വരെ വന്നിട്ടുണ്ട്. കേവലം ഒരു 10-20 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ ചെയ്ത വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോ എന്നറിയില്ല, ഒരു സെക്കൻഡ്. വീഡിയോ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. നോക്കൂ, ഇവിടെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും 24,972 അല്ലേ? അതുവരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് അതുവരെ തന്നെയാണ് വന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. വളരെ ശ്രമപ്പെട്ടിട്ട് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പറഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഏതായിരുന്നാലും നമ്മുടെ അനാലിസിസ് ഒരുവിധമൊക്കെ കറക്റ്റായി. മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മൾ പറഞ്ഞ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. വീണ്ടും താഴത്തേക്ക് തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ താഴേക്ക് വരില്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനി മുകളിലേക്ക് പോകാം, മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരാം. ഇപ്പോൾ തീർച്ചയായും ഇവിടെ മുകളിലേക്ക് പോകാൻ തന്നെയാണ്. നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ കാണുമ്പോൾ ഒന്ന് മുകളിലേക്ക് പോയി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇതിൻ്റെ ഈ ഒരു ഹൈൻ്റെ റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്ത് നേരെ താഴേക്ക് വരാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. കാരണം അപ്പോൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആവും. അപ്പോൾ കൂടുതലും സാധ്യതകൾ നമുക്ക് വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങളിൽ മുകളിലേക്ക് പോയി പിന്നീടായിരിക്കും താഴേക്ക് വരിക എന്ന് അനുമാനിക്കാവുന്നതാണ് ഈ ഒരു അവസരത്തിൽ. ഓക്കെ, അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച, അതായത് നാളെ എങ്ങനെ ട്രേഡിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് നമുക്ക് തിങ്കളാഴ്ച പ്രോപ്പറായ എൻട്രി കൊടുത്ത് പ്രോഫിറ്റ് എടുക്കണം. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ചെറിയൊരു റിവേഴ്സൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരുന്നാലും. ഇപ്പോൾ ഇവിടെയാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച. അപ്പോൾ ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ ലേശം താഴെ ഈ ഒരു സ്വിങ്ങിൽ വന്ന് നോക്കൂ, 24,880 എന്നുള്ള ഈ ഒരു ലെവൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ
ഇതിന് താഴെ ഓപ്പൺ ചെയ്ത് നേരെ കുറച്ച് ഒരു 10 എത്ര പോയിൻറ്റിൻ്റെ ചെറിയ പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിലുള്ളൂ, ഒരു 80 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ താഴെ വന്ന് ഈ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനായിരിക്കും സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24,950 താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് 24,980 ഒരു എൻട്രി എടുക്കാം. 24,980 ഒരു എൻട്രി എടുക്കാം. കറക്റ്റായിട്ട് ആ 24,980 തന്നെ വരയ്ക്കാം. എൻട്രി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇതുവരെ സുഖസുന്ദരമായിട്ട് വാച്ച് ചെയ്യാം. 25,300 വരെ ഒരു 300 പോയിൻറ്റിൻ്റെ റാലിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചെറിയൊരു 25,230 അല്ലെങ്കിൽ 25,230 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അതും ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി താഴത്തേക്കാണെങ്കിൽ വരുന്നതെങ്കിൽ 24,880 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് എടുത്ത് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സപ്പോർട്ട് 24,750, അതായത് നമ്മൾ വെള്ളിയാഴ്ച വരും എന്ന് വിചാരിച്ച ആ ഒരു സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഇതുപോലെ വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ 2 സാധ്യതകളാണ് പറഞ്ഞത്. അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം താഴെ വന്ന് ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്നാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 51,700 താഴെ 51,700 താഴെ ഗ്യാപ്പ് ഡൗണിന് ശേഷം ഇവിടെ ഒരു ട്രെൻഡ് ലൈന് കൂടെ ഉണ്ട്, നമ്മൾ വരച്ചിരുന്നു. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഈ ഒരു ലൈന് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ, അതായത് ഒരു ഗ്യാപ്പ് ഡൗണിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 51,700 മുകളിൽ എൻട്രി എടുത്ത് പോകാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ 51,700 താഴെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു, തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഇനി വേണമെങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റാം. 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ഇവിടെ നിന്നും ഇതല്ല ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് ക്യാൻഡിലാണ്. ഇവിടെ നിന്നും നമുക്ക് എൻട്രി എടുക്കാൻ കഴിഞ്ഞു. നേരെ ഇതുവരെ നമുക്ക്, അതായത് 500 പോയിൻറ്റിൻ്റെ റാലിയാണ് നമുക്ക് ലഭിച്ചത്. നോക്കൂ, ഇവിടെ നിന്ന് എടുത്താൽ തന്നെ 490 പോയിൻറ്റിൻ്റെ റാലി നമുക്ക്. ആ ഒരു രീതിയിലാണ് നമ്മൾ വ്യാഴാഴ്ച രാത്രി പറഞ്ഞത്. 51,700 താഴെ ഗ്യാപ്പ് ഡൗണിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും 51,700 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീടെസ്റ്റിന് ശേഷം മുകളിലേക്ക് എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അതേസമയം 51,700 താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് നേരെ താഴേക്ക് തന്നെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് കൂടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താലാണ് എൻട്രി എടുത്ത് വരാൻ പാടുകയുള്ളൂ. അതും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടന്നിട്ടില്ല. അതേസമയം മറ്റൊരു കാര്യം, നമുക്ക് ഇതേ രൂപത്തിൽ മുകളിലേക്ക് പോയതിന് ശേഷം മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഈ 51,700 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്കും എൻട്രി എടുത്ത് വരാം. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഏതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്? ഇതാണ്, ഈ ഒരു ക്യാൻഡിലാണ്. 51,552 ക്ലോസ് ചെയ്തു. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കൂടുതലായി പോയില്ല. നേരെ കുറച്ച് മുകളിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് റെഡ് ക്യാൻഡിൽ ഫോമായി. അവിടെ നിന്ന് എൻട്രി എടുത്തു. നമുക്ക് നേരെ താഴെ ഇതുവരെ ഈ ഒരു ട്രെൻഡ് ലൈനാണ് നമ്മൾ സപ്പോർട്ടായിട്ട് പറഞ്ഞത്. 180 പോയിൻറ്റിൻ്റെ റാലി താഴേക്കും. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞ അനാലിസിസ് വളരെ കറക്റ്റായിരുന്നു. അതിനനുസരിച്ച് നീങ്ങിയവർക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരാം. നെക്സ്റ്റ് മന്ത് എന്തായിരിക്കാം എന്നുള്ളത്. മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നോക്കൂ, കൃത്യമായൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് നിഫ്റ്റിയെ പോലെ തന്നെ ഫോമായിട്ടുണ്ട്. ഏകദേശം ഒരു എൻഗൾഫിംഗ് തന്നെ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായും മൂടിയ രൂപത്തിൽ തന്നെയാണ്. നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് മന്ത്ലിയിൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ട്രെൻഡ് ലൈനാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഇതിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇതിനെയും ടച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഈ ഒരു റേഞ്ച്
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മന്ത് ഇതാണല്ലോ, ഇവിടെയാണ് ഫോം ആവുക. അല്ല, ഈ മാസം തുടക്കത്തിൽ തന്നെ ഏകദേശം എത്ര പോയിൻ്റ് ഡൗൺ ആയി? 1900-2000 പോയിൻറ്റിനടുത്ത് ഡൗൺ ആയിട്ടുണ്ട്. ഈ മാസം ഈ ക്യാൻഡിൽ ഇതുവരെ വരാനാണ് സാധ്യത കാണുന്നത്. ഇതാണ് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് വരിക, ഈ ട്രെൻഡ് ലൈന്. അതേസമയം അതിനു മുമ്പ് ഇവിടെ 50,400 ഒരു ചെറിയ സപ്പോർട്ടുണ്ട്. ഓക്കെ, പക്ഷേ ആ സപ്പോർട്ടിന് എന്തായാലും ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 49,350 നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഓക്കെ, അപ്പോഴാണ് ഈ ട്രെൻഡ് ലൈൻ അതിനും താഴെ വരികയാണെങ്കിലാണ് സീനാവുക. അതിന് താഴെ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 46,450. ഓക്കെ, അപ്പോൾ ഇതാണ് മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നോക്കൂ, ഒരു സ്ട്രോങ് ബാരിഷ് ക്യാൻഡിൽ മാത്രമല്ല, ഇവിടെ നോക്കൂ ഒരു ഈവനിങ് സ്റ്റാറാണ് ഫോം ആയിരിക്കുന്നത്. ഈവനിങ് സ്റ്റാർ ഫോം ആയ സ്ഥിതിക്ക് തീർച്ചയായും ബാങ്ക് നിഫ്റ്റി താഴേക്ക് തന്നെ വരണം. നോക്കൂ, നെക്സ്റ്റ് വീക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആവും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് തീർച്ചയായും മുകളിലേക്ക് പോകും. പക്ഷേ അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് എന്താവുന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഈവനിങ് സ്റ്റാർ ഫോമായി താഴത്തേക്ക് വരാൻ തന്നെയാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി. ഇനി വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നമുക്ക് നോക്കൂ, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന്, അതായത് വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ട്രെൻഡ് ലൈന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിൽ സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഇവിടെ സപ്പോർട്ട് എടുത്തു. ഓക്കെ, പക്ഷേ വൺ ഡേ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കൂ, ഒരു ബാരിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. തീർച്ചയായും ഇതിന് ബ്രേക്കൗട്ട് നടത്തും. ഇനി അഥവാ നിഫ്റ്റിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ച് മുകളിലേക്ക് പോയി നിഫ്റ്റി ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആകുന്ന രൂപത്തിൽ ഇതിനെ എന്താവും, ഈ ഒരു റെസിസ്റ്റൻസ്, സ്ട്രോങ് റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് വരാം. ഓക്കെ, ഇതാണ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നും പോവില്ല. 51,750 വരെ. ഇപ്പോൾ 51,450 അല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുകളിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ ഇത് ഈ ഒരു റേഞ്ചിനകത്ത് കൺസോൾട്ടേഷൻ ആവും. ഓക്കെ, ഈ ഒരു റേഞ്ചിനകത്ത് കൺസോൾട്ടേഷനായി പിന്നീട് നിഫ്റ്റി താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ലൈനിനെ ബ്രേക്കൗട്ട് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വരാനാണ് വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. താഴത്തേക്ക് അങ്ങനെ വരികയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ് 50,430. അതിനും താഴെ വരികയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് 49,680. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു സെറ്റിങ്സ് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കുകയാണെങ്കിൽ 51,250 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് എടുത്ത് വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഏത് വരെ? ഈ ഒരു റേഞ്ച് വരെയാണ് വരികയുള്ളൂ. ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് എത്രയാണ്? 50,950. ഒരു 200-300 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. അതേസമയം നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തിട്ട് എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഹോൾഡ് ചെയ്യാം. 50,400 വരെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ക്രിട്ടിക്കലായിട്ടുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈനുണ്ട്. അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. അതിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 50,950 ഒരു സപ്പോർട്ടുണ്ട്. അതിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ ഒരു പ്രോപ്പറായ ഡൗൺ സൈഡിലേക്ക് ചാൻസ് ഉള്ളൂ. ഈവനിങ് സ്റ്റാർ ഫോം ആയിട്ടുണ്ടെങ്കിലും, അതായത് വീക്കിലിയിൽ ഈവനിങ് സ്റ്റാർ ഫോം ആയിട്ടുണ്ടെങ്കിലും വീക്കിലി ടൈം ഫ്രെയിമിലാണ് അത് താഴേക്ക് വരേണ്ടത് ഉള്ളത് കൊണ്ട് ഈ വരും ദിവസങ്ങളിൽ അപ്പോഴേക്കും നിഫ്റ്റി ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആവുകയും പിന്നീട് ഈ ഒരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നിഫ്റ്റിയുടെ കൂടെ പ്രോപ്പറായിട്ട് 50,950 താഴത്തേക്ക് വരികയുമായിരിക്കും. അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് 51,250 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാം. 50,950 വരെ വാച്ച് ചെയ്യുക. അവിടെ നിങ്ങൾ എക്സിറ്റ് അടിക്കണം. 50,950 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാം. 50,450 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഇനി മുകളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും എൻട്രി എടുത്താൽ മതിയാവും. 51,650 മുകളിൽ. ഓക്കെ,
51,650 മുകളിൽ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഈ ഒരു ട്രെൻഡ് ലൈനെയും കൂടി ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് 51,650 മുകളിൽ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം. ഫസ്റ്റ് ഘട്ടം 52,000 വരെ ഒരു 300 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് നാളെ തിങ്കളാഴ്ച ഇതും വാച്ച് ചെയ്യാം. ഈ 2 ഇൻഡെക്സുകളും മറ്റുള്ളത് നോക്കുന്നില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഇത് രണ്ടുമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ മാർക്ക് ചെയ്ത് കറക്റ്റായ സമയത്ത് ക്രോസ് ആൻഡ് ക്ലോസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എൻട്രി എടുത്ത് പോകാം. അത് 1 ഹവറിൽ നോക്കിയതിന് ശേഷം 15 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ റീടെസ്റ്റ് നടത്തിയിട്ട് മുകളിലേക്ക് പോവുകയോ താഴേക്ക് വരികയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനാലിസിസ് ചെയ്തെടുക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ചാർട്ടുകളൊക്കെ വരച്ച് അനാലിസിസ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് അവരുമായി ചർച്ചകൾ നടത്തി പ്രോപ്പറായ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പണം നഷ്ടപ്പെടാൻ വളരെയധികം എളുപ്പമുള്ളൊരു മേഖലയാണ്, ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയുമാണ്. എന്നാൽ ലഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സുന്ദരമായി പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു മേഖലയാണ്. എന്തായാലും എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.